കൂട്ടുകാരെ, എല്ലാവർക്കും ഹിസാന വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഹിസാന. ഞാൻ ഇന്ന് മലയാളം കേരള പാഠാവലി പാഠം 1 പാഠം 2 നോട്ട്സ് ആണ് ഇടുന്നത്. അപ്പൊ ഇത് കുറെ ഫ്രണ്ട്സിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇടുന്നത്. അപ്പൊ ഇത് പാഠം 1 പാഠം 4 പാഠം 3 നോട്ട്സ് ഞാൻ ഇതിന് പിന്നാലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണാത്തവർ അതൊന്ന് കാണുക. അപ്പൊ ഇത് മലയാളം ആയതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് നേരെ നോട്ട്സിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മറക്കാനാവാത്ത ഒരു അനുഭവം എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മറക്കാനാവാത്ത ഒരു അനുഭവം എഴുതുക. അപ്പൊ ഇത് എന്റെ അനുഭവമാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അനുഭവം എഴുതാം. എന്റെ അനുഭവം ഞാൻ വായിച്ചു തരാം. ഇതാണ് എന്റെ അനുഭവം. എന്റെ കുഞ്ഞനുജത്തി ഉണ്ടായ ദിവസമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത ദിവസം. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന അന്നാണ് അവൾ ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ 2015 ജൂൺ 1 അവളുടെ ജന്മദിനം. 1-ാം തീയതി ആയതുകൊണ്ട് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് വാപ്പ എന്നെ വിളിക്കാൻ വന്നു. പിന്നീട് ഞാൻ എന്റെ കുഞ്ഞു വാവയെ കണ്ടപ്പോൾ എന്തൊരു സുന്ദരിയായിരുന്നു അവൾ. ഇപ്പോൾ ഞാനിത് എഴുതുമ്പോൾ കുസൃതി കാട്ടി ഇതിലെ അവൾ ഓടി നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു. എത്ര ചെറുതായിരുന്നു അവൾ. അപ്പൊ അതായിരുന്നു എന്റെ ഓർമ്മ കുറിപ്പ്. ഇപ്പൊ ആദ്യത്തെ യൂണിറ്റിലോട്ട് നമ്മൾ ഇതുവഴി കിടക്കുകയാണ്. യൂണിറ്റ് 1 ഓർമ്മയുടെ ജാലകം. യൂണിറ്റ് 1 ഓർമ്മയുടെ ജാലകം. അപ്പോൾ ടീച്ചർ കുറച്ച് ഓർമ്മ പാട്ടുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇതില് കുറച്ചും കൂടെ ലൈൻസ് ആഡ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ ഓർമ്മ പാട്ടുകൾ കുറേ ഉണ്ട്. നിങ്ങൾക്കത് കുറേയൊക്കെ ആഡ് ചെയ്യാം, തിരുത്താം, എന്താണെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ 3 ഓർമ്മ പാട്ടുകളാണ് എഴുതിയിട്ടുള്ളത്. ആദ്യത്തേത് ഇതാണ്. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ല് മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. ഇതാണ് ആദ്യത്തെ പാട്ട്. രണ്ടാമത്തെ പാട്ട് ഇതാണ്. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. അടുത്ത 3-ാമത്തെ പാട്ട്. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി. ബാക്കി നിങ്ങൾ എഴുതിക്കോണേ. അപ്പൊ ഇതാണ് ഞാൻ എഴുതിയ ഓർമ്മ പാട്ടുകൾ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, യാത്ര ചെയ്ത് വളരെ കഴിഞ്ഞായിരുന്നു ആ കവിത രചിച്ചത്. അജന്ത ഗുഹയിലെ ഏത് അനുഭവമാണ് അത്രയും നാൾ മനസ്സിൽ മായാതെ കിടന്നത്? എന്താവാം അതിനു കാരണം? യാത്ര ചെയ്ത് വളരെ കഴിഞ്ഞായിരുന്നു ആ കവിത രചിച്ചത്. അജന്ത ഗുഹയിലെ ഏത് അനുഭവമാണ് അത്രയും നാൾ മനസ്സിൽ മായാതെ കിടന്നത്? എന്താവാം അതിനു കാരണം? ഉത്തരം, അജന്ത ഗുഹയിലെ 6 അടി ഉയരമുള്ള ബുദ്ധ വിഗ്രഹത്തിന്റെ 4 മണി കഴിഞ്ഞാൽ സൂര്യപ്രകാശം വന്ന് തട്ടും. അപ്പോൾ ബുദ്ധന്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടരുന്നത് പോലെ തോന്നും. ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് ഓർക്കാതെയുള്ള മനുഷ്യന്റെ പ്രവൃത്തികൾ ഓർത്താവാം ബുദ്ധൻ സഹതാപത്തോടെ ചിരിച്ചത് എന്ന് കവി പറയുന്നു. മനസ്സിൽ മായാതെ കിടന്ന ബുദ്ധന്റെ പുഞ്ചിരി കാലങ്ങൾക്ക് ശേഷം അജന്ത എന്ന കവിത എഴുതാൻ കവിക്ക് പ്രചോദനമായി. മനസ്സിനെ തീവ്രമായി സ്പർശിച്ച അനുഭവങ്ങൾ കാലമെത്ര കഴിഞ്ഞാലും മായാതെ കിടക്കുകയും മികച്ച രചനകൾക്ക് കാരണമാകുകയും ചെയ്യും. അടുത്തത് നമ്മൾ അടുത്ത ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠം 1 അളങ്കനന്ദയിലെ വെള്ളാരങ്കല്ലുകൾ. അളങ്കനന്ദയിലെ വെള്ളാരങ്കല്ലുകൾ. അപ്പൊ അതിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിക്രം സിംഗിനോട് രാജൻ കാക്കനാടൻ ദില്ലിയിൽ ചെന്ന് വിവരമറിയിച്ചതിനെ തുടർന്ന് വിക്രം മാതാപിതാക്കൾക്ക് എഴുതുന്ന കത്ത് തയ്യാറാക്കാനാണ്.
വിക്രം സിംഗിനോട് രാജൻ കാക്കനാട് ദില്ലിയിൽ ചെന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് വിക്രം മാതാപിതാക്കൾക്ക് എഴുതുന്ന കത്ത് തയ്യാറാക്കുക. അപ്പോ ആദ്യം തന്നെ ഇതാണ് ഞാൻ എഴുതിയ കത്ത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ സ്ഥലവും തീയതിയും എഴുതുക. ഞാൻ എഴുതിയിട്ടുള്ളത് ആഗ്ര, ദില്ലി, ജൂൺ 1, 2020. എത്രയും പ്രിയപ്പെട്ട അച്ഛൻ, അമ്മ, സിംല അറിയുവാൻ. ഞാൻ നിങ്ങളുടെ വിക്രം. അച്ഛനും അമ്മയും എന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. എനിക്കിവിടെ സുഖമാണ്. നമ്മുടെ വീട്ടിൽ വന്ന അദ്ദേഹമാണ് എന്നെ നിങ്ങളുടെ വിഷമങ്ങൾ അറിയിച്ചത്. നല്ലവനാണ് അദ്ദേഹം. ഇടയ്ക്ക് കുറച്ച് തിരക്കായത് കൊണ്ടായിരുന്നു കത്തെഴുതാൻ കഴിയാതിരുന്നത്. കുറച്ചു കാലം കൂടെ ഇവിടെ നിന്നാലേ പറ്റൂ. നമുക്ക് പുതിയ വീട് വെക്കണ്ടേ, പുതിയ വസ്ത്രങ്ങൾ വാങ്ങണ്ടേ? അതിനു വേണ്ടിയൊക്കെയുള്ള സമ്പാദ്യവുമായി ഞാൻ വൈകാതെ അച്ഛനെയും അമ്മയും കാണാൻ വരുന്നതായിരിക്കും. സിംലയോട് എന്റെ അന്വേഷണം പറയണം. എന്ന സ്നേഹപൂർവം വിക്രം. അപ്പൊ ഇതാണ് ഞാൻ എഴുതിയ കത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം, നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാം, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വായിക്കാം പറയാം. യാത്രികൻ എത്തിച്ചേർന്ന ഗ്രാമം ഹിമാലയത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെ? യാത്രികൻ എത്തിച്ചേർന്ന ഗ്രാമം ഹിമാലയത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെ? അതാണ് ചോദ്യം. ഉത്തരം: അളങ്കനന്ദ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ്. ഉത്തുംഗമായ പർവ്വതനിരകളുള്ള ഒരേയൊരു ഇന്ത്യൻ പ്രദേശവും ഹിമാലയമാണ്. സ്വാഭാവികമായി ആവാസ വ്യവസ്ഥയിൽ പൈൻ മരക്കാടുകളും ഓറഞ്ച് മരങ്ങളും ധാരാളമായി വളരുന്നതും ഹിമാലയൻ പ്രദേശത്താണ്. ഈ വിവരണങ്ങളിൽ നിന്നെല്ലാം യാത്രികൻ എത്തിച്ചേർന്ന ഗ്രാമം ഹിമാലയത്തിലാണെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം: വീട്ടുകാർക്ക് അപരിചിതനായ യാത്രികൻ പിന്നീട് പരിചിതനായി മാറിയത് എങ്ങനെ? വീട്ടുകാർക്ക് അപരിചിതനായി മാറിയ യാത്രികൻ പിന്നീട് പരിചിതനായി മാറിയത് എങ്ങനെ? അതിന്റെ ഉത്തരം നോക്കാം. പീപ്പിൾ കോട്ടയിലേക്കുള്ള വഴി ചോദിച്ചെത്തിയ യാത്രികൻ ദില്ലിയിൽ നിന്നാണ് എന്നറിഞ്ഞപ്പോൾ വീട്ടുകാരന് ഉത്സാഹം വർദ്ധിച്ചു. കാരണം ആ സാധു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായ മകൻ ദില്ലിയിലാണ്. അവനെ കുറിച്ച് കുറച്ചു നാളുകളായി ഒരു വിവരവുമില്ല. ദൂരദേശത്ത് കഴിയുന്ന മകനെ കുറിച്ച് എന്തെങ്കിലും വിവരം യാത്രികന് നൽകാൻ കഴിയും എന്ന് അവർ വിശ്വസിക്കുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരെയും തങ്ങൾക്ക് പരിചയം ഉള്ളതുപോലെ ദില്ലിയിലുള്ള എല്ലാവരും പരസ്പരം അറിയും എന്നവർ കരുതുന്നു. അതുകൊണ്ട് മകന്റെ ഒരു അടുത്ത സുഹൃത്തിനെ പരിചയപ്പെട്ടതുപോലെയാണ് അവർക്ക് തോന്നിയത്. അപരിചിതനായ യാത്രക്കാരൻ വീട്ടുകാർക്ക് പിന്നീട് പരിചിതനായി മാറിയത് ഇത്തരം കാരണങ്ങളാലാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, മകനെ ദൂരെ ദില്ലി മഹാനഗരത്തിലേക്ക് അയക്കുമ്പോൾ ഗ്രാമീണനായ അച്ഛൻ മനസ്സിൽ കണ്ടത് എന്തെല്ലാമായിരിക്കും? മകനെ ദൂരെ ദില്ലി മഹാനഗരത്തിലേക്ക് അയക്കുമ്പോൾ ഗ്രാമീണനായ അച്ഛൻ മനസ്സിൽ കണ്ടത് എന്തെല്ലാമായിരിക്കും? ഉത്തരം നോക്കാം. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മകൻ ഏറ്റെടുക്കുന്നതോടെ ജീവിതം ഭദ്രമാകുമെന്ന് പിതാവ് സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അവന്റെ സമ്പാദ്യം കൊണ്ട് മകളെ വിവാഹം കഴിപ്പിച്ചയക്കാമെന്ന വിദൂര സ്വപ്നവും അദ്ദേഹത്തിനുണ്ട്. അവൻ കുടുംബത്തെ സംരക്ഷിക്കുമെന്നും അന്നന്നത്തെ ആഹാരത്തിന് പോലും മതിയായ കൂലി ലഭിക്കാത്ത ജമീന്ദാരുടെ തോട്ടത്തിലെ അടിമപ്പണി അവസാനിപ്പിക്കാമെന്നും ആ അച്ഛൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു നിമിഷം ആ കണ്ണുകൾ പ്രകാശിച്ചു. അവൾ വാചാലയായി. എന്തിനെ പറ്റി? ഒരു നിമിഷം ആ കണ്ണുകൾ പ്രകാശിച്ചു. അവൾ വാചാലയായി. എന്തിനെ പറ്റി? ഉത്തരം നോക്കാം. ഉത്തരം: അളങ്കനന്ദയിലെ വെള്ളാരം കല്ലുകളെ പറ്റിയും അവയുടെ നിറത്തെക്കുറിച്ചുമെല്ലാം ആണ് സിംല വാചാലയായത്. അവളുടെ സഹോദരന് ഏറെ ഇഷ്ടമുള്ളതാണ് വെള്ളാരം കല്ലുകൾ. അവർ ഇരുവരും ചേർന്ന് ഒരുപാട് തവണ അവ ശേഖരിച്ചിട്ടുമുണ്ട്. ആ ഓർമ്മകളും ദില്ലിയിലുള്ള സഹോദരന് വെള്ളാരം കല്ലുകൾ എത്തിച്ചു കൊടുക്കാൻ ഒരാളെ കണ്ടെത്തിയതിന്റെ സന്തോഷവും എല്ലാം ചേർന്നപ്പോഴാണ് അവൾ വാചാലയായത്. അടുത്ത ചോദ്യം:
സിംലയെ യാത്രികൻ സമാധാനിപ്പിച്ചതെങ്ങനെ? സിംലയെ യാത്രികൻ സമാധാനിപ്പിച്ചതെങ്ങനെ? നമുക്കതിന്റെ ഉത്തരം നോക്കാം. പല നാടുകളിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മഹാനഗരമാണ് ദില്ലി. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടിയെ ദില്ലി പോലെ തിരക്കേറിയ നഗരത്തിൽ നിന്ന് കണ്ടുപിടിക്കുക അസാധ്യമാണെന്ന് ലേഖകന് അറിയാം. ഈ യാഥാർത്ഥ്യം സിംലയിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് അവൾ കൊടുത്ത വെള്ളാരം കല്ലുകൾ യാത്രികൻ ശ്രദ്ധാപൂർവം പോക്കറ്റിലിട്ടു. ചേട്ടന് തീർച്ചയായും അത് കൊടുക്കാമെന്ന് പറഞ്ഞ് സിംലയെ സമാധാനിപ്പിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. എവിടെയോ ജോലി കിട്ടിയത്രേ. അതിനുശേഷം കത്തുകളൊന്നുമില്ല. അച്ഛന്റെ എന്തെല്ലാം ആശങ്കകളാണ് ഈ വാക്കുകളിൽ പ്രകടമാകുന്നത്? അമ്മയുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളായിരിക്കും ഉണ്ടാവുക? എവിടെയോ ജോലി കിട്ടിയത്രേ, അതിനുശേഷം കത്തുകളൊന്നുമില്ല. അച്ഛന്റെ എന്തെല്ലാം ആശങ്കകളാണ് ഈ വാക്കുകളിൽ പ്രകടമാകുന്നത്? അമ്മയുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളായിരിക്കും ഉണ്ടാകുക? ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഉത്തരം നോക്കാം. ഉത്തരം ഇതാണ്. മകനെ അന്യനാട്ടിൽ ജോലി കഴിക്കുമ്പോൾ ഇപ്പോഴുള്ള ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്ന് മോചനം കിട്ടുമെന്നും മകളെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള പണം സ്വരൂപിക്കാമെന്നും ആ പിതാവ് സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ 4-5 മാസമായി മകനെ പറ്റി ഒരു വിവരവുമില്ല. അവൻ സുഖമായിരിക്കുന്നോ എന്ന് പോലും അറിയില്ല. ഇത്തരം ആശങ്കകളാണ് അച്ഛന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. എന്നാൽ മകനെ പറ്റിയുള്ള അമ്മയുടെ ചിന്തകൾ കുറച്ചുകൂടി വൈകാരികമായിരിക്കും. മകന്റെ ജീവിതം സുരക്ഷിതമായിരിക്കുമോ എന്ന ചിന്ത അച്ഛനെ പോലെ തന്നെ അമ്മയും അലട്ടും. ശരിയായ ഭക്ഷണവും താമസവും ജീവിത സാഹചര്യവും അവന് കിട്ടുന്നുണ്ടാവുമോ? തന്റെ കുട്ടി ഈ ചെറുപ്രായത്തിൽ തന്നെ എടുക്കാനാവാത്ത ഭാരം താങ്ങി തളരുന്നുണ്ടാവുമോ എന്നെല്ലാമുള്ള ചിന്തകൾ ആ അമ്മയുടെ മനസ്സിൽ തീ കോരിയിടും. അടുത്ത ചോദ്യം. അളങ്കനന്ദക്കരയിലെ ഓറഞ്ച് തോട്ടങ്ങളെ കുറിച്ചുള്ള ഗൃഹനാഥന്റെ വിശദീകരണം അവിടുത്തെ സാമൂഹിക വ്യവസ്ഥയെ പറ്റി എന്ത് ചിത്രമാണ് നൽകുന്നത്? അളങ്കനന്ദക്കരയിലെ ഓറഞ്ച് തോട്ടങ്ങളെ കുറിച്ചുള്ള ഗൃഹനാഥന്റെ വിശദീകരണം അവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതിയെ പറ്റി എന്ത് ചിത്രമാണ് നൽകുന്നത്? നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ഉത്തരം ഇതാണ്. ഫലഭൂയിഷ്ഠമായ സമതലത്തിലെ ഓറഞ്ച് തോട്ടങ്ങൾ സമൃദ്ധിയുടെ പ്രതീകമാണ്. പക്ഷേ ആ തോട്ടത്തിന്റെയും അവിടെ വിളയുന്ന ഓറഞ്ചിന്റെയും അവകാശം ഉടമസ്ഥനായ ജമീന്ദാർക്ക് മാത്രമാണ്. അധ്വാന ഫലം തൊഴിലാളികൾക്ക് നിഷേധിക്കപ്പെടുന്നു. മതിയായ കൂലിയോ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമോ ഇല്ലാതെ അവർ തലമുറകളായി ജന്മിയുടെ ഭൂമിയിൽ പണിയെടുക്കുന്നു. വിദ്യാഭ്യാസമോ മറ്റ് അവകാശങ്ങളോ നേടിയെടുക്കാൻ ജന്മി അവരെ അനുവദിക്കുന്നില്ല. ജന്മിമാരെ എതിർക്കാൻ അവർക്ക് ധൈര്യവുമില്ല. തങ്ങളുടെ ഗ്രാമത്തിന് മറ്റൊരു വിശാല ലോകമുണ്ടെന്നും അവർക്കറിയില്ല. അന്നന്നത്തെ ആഹാരത്തിനുള്ളത് മാത്രം കഷ്ടിച്ച് കിട്ടുന്ന തോട്ടത്തിലെ അടിമപ്പണി കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ തൊഴിലാളികൾക്ക് കഴിയുന്നില്ല. അവരുടെ നിഷ്കളങ്കതയും അറിവില്ലായ്മയും ചൂഷണം ചെയ്യുകയാണ് ജന്മികൾ. അടുത്ത ചോദ്യം. ബാബു, ഞങ്ങൾ സാധുക്കളാണ്, ക്ഷമിക്കണം, ചായക്ക് പാലില്ല. ഈ വാക്യത്തിൽ ആതിഥേയന്റെ എന്തെല്ലാം വികാരങ്ങളാണ് പ്രതിഫലിക്കുന്നത്? എന്താണ് ചോദ്യം? ബാബു, ഞങ്ങൾ സാധുക്കളാണ്, ക്ഷമിക്കണം, ചായക്ക് പാലില്ല. ഈ വാക്യത്തിൽ ആതിഥേയന്റെ എന്തെല്ലാം വികാരങ്ങളാണ് പ്രതിഫലിക്കുന്നത്? നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം. ഉത്തരം: അതിഥിയെ വേണ്ട വിധത്തിൽ സൽക്കരിക്കണമെന്ന് ഗൃഹനാഥന് ആഗ്രഹമുണ്ട്. പക്ഷേ ദരിദ്രമായ ജീവിത സാഹചര്യം മൂലം അതിന് കഴിയുന്നില്ല. ആ ദുഃഖവും തങ്ങളുടെ സൽക്കാരം യാത്രികൻ സ്വീകരിക്കുമോ എന്ന ആശങ്കയും എല്ലാമാണ് ഗൃഹനാഥന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. ഇനി നമുക്ക് പാഠം 2 പോകാം. പാഠം 2 ഏതാണ്? പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്നതാണ് പാഠം 2. നമുക്ക് പാഠം 2 നോട്ട്സ് എല്ലാം നോക്കാം. പാഠം 1 ഇവിടെ തീരുകയാണ്. പാഠം 2 നോട്ട്സ് നോക്കാം. അപ്പൊ ടീച്ചർ ആദ്യം പറഞ്ഞത് എന്റെ വിഷുക്കാല ഓർമ്മകൾ
എഴുതാനാണ്, വിഷുക്കാല ഓർമ്മകൾ എഴുതാനാണ്. അപ്പം ഞാൻ ആദ്യം എൻ്റെ ഒരു വിഷുക്കാല ഓർമ്മയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷുക്കാല ഓർമ്മ എഴുതാം, ഇത് തിരുത്തണമെങ്കിൽ തിരുത്താം. ഞാൻ എൻ്റെതാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ഞാൻ എൻ്റെതൊന്ന് നിങ്ങൾക്ക് വായിച്ചു തരാം. മനസ്സിൽ മായാതെ നിൽക്കുന്ന വിഷു ഓർമ്മകളെല്ലാം വാപ്പച്ചിയുടെ RTTC ക്യാമ്പസിനകത്താണ്. 35 ഏക്കറോളം ഉള്ള അവിടെ വിഷുക്കാലമായാൽ കണിക്കൊന്നകൾ പൂത്തൊലഞ്ഞു നിൽക്കും. ചെറിയ ചെടിയൊന്നുമല്ല, വലിയ കണിക്കൊന്ന മരങ്ങൾ ഒരുപാട്. അതിൽ നിന്ന് മഞ്ഞക്കൊന്ന പൂക്കൾ വീണ് റോഡെല്ലാം മഞ്ഞ നിറമുണ്ടായിട്ട്. ഞങ്ങളുടെ ക്വാർട്ടേഴ്സിന് മുന്നിൽ ഒരു കണിക്കൊന്നയുണ്ടായിരുന്നു. വിഷുത്തലേന്ന് കണിക്കൊന്നയ്ക്ക് ആളുകൾ മത്സരിച്ച് മരത്തിൽ കയറും. വിഷു കഴിഞ്ഞാൽ മരങ്ങളെല്ലാം മൊട്ടയടിച്ചതുപോലെ ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെ മാങ്ങ പറിക്കാനും ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പോഴും വിഷു വരുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് ആ നല്ല നാളുകളാണ്. ഇനി നമുക്ക് കവിതയിൽ നിന്ന് കണ്ടെത്താം എന്ന ഭാഗം നോക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം, കണിക്കൊന്നയുടെ പൂവണിയിൽ സമൃദ്ധിയുടെ പ്രതീകമായി തീരുന്നത് എങ്ങനെയാണ് കവി അവതരിപ്പിക്കുന്നത്? കണിക്കൊന്നയുടെ പൂവണിയിൽ സമൃദ്ധിയുടെ പ്രതീകമായി തീരുന്നത് എങ്ങനെയാണ് കവി അവതരിപ്പിക്കുന്നത്? നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം. ഉത്തരം, വിഷുക്കാലമായാൽ കണിക്കൊന്നയ്ക്ക് പൂക്കാതിരിക്കാനാവില്ല. വേനലിന്റെ കാഠിന്യം കൊണ്ട് ഇലകൾ പൊഴിഞ്ഞ് ഉണങ്ങിക്കരിഞ്ഞതുപോലെ നിൽക്കുന്ന കണിക്കൊന്നയിൽ പൊൻപതക്കങ്ങൾ പോലെ സ്വർണ്ണ നിറമാർന്ന പൂക്കൾ ആടിക്കളിക്കും. വേനലിൽ സ്വർണത്തിന്റെ നിധിശേഖരം പോലെ നിറഞ്ഞു നിൽക്കുന്ന കൊന്നപ്പൂവ് കൃഷി ഇറക്കാനുള്ള കാലമായെന്ന സന്ദേശം വിളിച്ചറിയിക്കുകയാണ്. കൃഷിയാണല്ലോ സർവ്വ ഐശ്വര്യങ്ങളുടെയും അടിസ്ഥാനം. അങ്ങനെ കണിക്കൊന്നയുടെ പൂവിടൽ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി മാറുന്നു. ഇല കൊഴിഞ്ഞ് തരിശായ കൊന്നയുടെ നിറഞ്ഞ പൂവിടൽ വറ്റി വരളലിനു ശേഷം ഒരു സമൃദ്ധി ഉണ്ടെന്ന് ധ്വനിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, പൂവിടാനുള്ള കണിക്കൊന്നയുടെ വെമ്പൽ സൂചിപ്പിക്കുന്ന വരികൾ ഏതെല്ലാം? പൂവിടാനുള്ള കണിക്കൊന്നയുടെ വെമ്പൽ സൂചിപ്പിക്കുന്ന വരികൾ ഏതെല്ലാം? നമുക്കതിന്റെ ഉത്തരം നോക്കാം. അപ്പോ ആദ്യത്തെ 2 വരി എന്ന് പറയുന്നത്, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ. വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, നരമ്പിന്റെ ഉള്ളിൽ തിരക്കാണലുക്കിട്ട മീന് പുളപ്പിന് പൂവൊക്കെ എത്തിച്ചൊരുക്കി കൊടുക്കാൻ തിടുക്കം തിടുക്കം. ഈ 2 വരികളാണ് അതിന്റെ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കണിക്കൊന്ന അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ്? കണിക്കൊന്ന അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഉത്തരം, കത്തിയെരിയുന്ന വേനലിൽ ഇലകൾ കൊഴിഞ്ഞ് പച്ചപ്പെല്ലാം നഷ്ടപ്പെട്ട് ഉടലാകെ ഉണങ്ങിക്കരിഞ്ഞതുപോലെയാണ് കണിക്കൊന്ന നിൽക്കുന്നത്. കടുത്ത മഞ്ഞിൽ അതിന്റെ ദുഃഖം മനോരോധനമായി മാറുന്നു. മഴയിൽപ്പെട്ട് കണിക്കൊന്നയുടെ മൃദുവായ ശാഖകൾ ഒടിഞ്ഞു തകരുന്നു. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. മഞ്ഞതൻ മധുരസ്മിതങ്ങൾ വിരിയുമ്പോൾ കണിക്കൊന്ന അതെല്ലാം മറക്കുന്നു. ഇതിലൂടെ കവി സൂചിപ്പിക്കുന്നത് എന്താണ്? മഞ്ഞതൻ മധുരസ്മിതങ്ങൾ വിരിയുമ്പോൾ കണിക്കൊന്ന അതെല്ലാം മറക്കുന്നു. അതിലൂടെ കവി സൂചിപ്പിക്കുന്നത് എന്താണ്? നമുക്കിതിന്റെ ഉത്തരം നോക്കാം. ഉത്തരം ഇതാണ്, കത്തിയെരിയുന്ന വേനൽ ചൂടിൽ ഇലകളെല്ലാം നഷ്ടപ്പെട്ട് ഉണങ്ങിക്കരിഞ്ഞതുപോലെ നിൽക്കുന്ന കണിക്കൊന്ന വിഷുക്കാലമാകുമ്പോൾ മഞ്ഞ നിറമുള്ള പൂക്കളാൽ മധുരസ്മിതം തൂകി നിൽക്കുന്നു. അതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മറന്നുകൊണ്ടാണ് കണിക്കൊന്ന പൂക്കുന്നത്. പരിമിതികളും ദുരിതങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം മറന്ന് വിഷുക്കാലത്ത് പൂക്കുന്ന കണിക്കൊന്നയെ പോലെ നമുക്കും മറ്റുള്ളവരുടെ ഗുണത്തിനായി സന്തോഷത്തിനായി പ്രവർത്തിക്കാൻ കഴിയണമെന്ന സന്ദേശമാണ് കവി പകരുന്നത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് കണ്ടെത്താം എഴുതാം. അതിലെ ചോദ്യങ്ങൾ നോക്കാം. വിഷുക്കാലത്ത് ഞെട്ടി ഉണരുമ്പോൾ കണിക്കൊന്ന കാണുന്നത് എന്തൊക്കെ? വിഷുക്കാലത്ത് ഞെട്ടി ഉണരുമ്പോൾ കണിക്കൊന്ന കാണുന്നത് എന്തൊക്കെ? അതിന്റെ ഉത്തരം നോക്കാം. ഉത്തരം, ഇരുൾ തൊപ്പി പൊക്കി പ്രഭാതം പതുക്കെ ചിരിക്കാൻ ശ്രമിക്കുന്നതും കുളിർക്കാറ്റ് വീശിപ്പറക്കുന്നതും
ആകാശമാകുന്ന പക്ഷി അത് നോക്കി നിൽക്കുന്നതുമാണ് വിഷുക്കാലമെത്തുമ്പോൾ പൂക്കാനുള്ള വെമ്പലോടെ ഞെട്ടിയുണരുന്ന കണിക്കൊന്ന കാണുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. തന്റെ പരിമിതിയായി കണിക്കൊന്ന കാണുന്നത് എന്ത്? തന്റെ പരിമിതിയായി കണിക്കൊന്ന കാണുന്നത് എന്ത്? ഉത്തരം, തന്റെ പൂക്കൾക്ക് ഒരു നിറം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പല നിറമണിയാൻ തനിക്ക് ഭാഗ്യമില്ല എന്നതാണ് പരിമിതിയായി കണിക്കൊന്ന പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മറ്റുള്ളവർക്ക് ഗുണത്തിനായി കണിക്കൊന്ന ചെയ്യുന്നതെന്ത്? മറ്റുള്ളവർക്ക് ഗുണത്തിനായി കണിക്കൊന്ന ചെയ്യുന്നതെന്ത്? ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. ഉത്തരം, വിഷുക്കാലത്ത് കണി കണ്ട് ഭാവി ഗുണമുള്ളതാക്കി മാറ്റാൻ കാത്തിരിക്കുന്നവർക്കായി കണിക്കൊന്ന പൊൻനിറമുള്ള പൂക്കളണിഞ്ഞ് നിൽക്കുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഋതുഭേദങ്ങളെ കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് കവിതയിലുള്ളത്? ഋതുഭേദങ്ങളെ കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് കവിതയിലുള്ളത്? നമുക്കിതിന്റെ ഉത്തരം നോക്കാം. ഉത്തരം, കത്തിയെരിയുന്ന വേനലും ആർത്തലച്ചു പെയ്യുന്ന വർഷവും കടുത്ത മഞ്ഞുകാലവും കവിതയിൽ കാണാം. ഓരോ ഋതുവും കണിക്കൊന്നയ്ക്ക് ഓരോ അനുഭവമാണ്. വേനലിന്റെ മൂർധന്യത്തിൽ മാത്രം പൂവിടുന്ന കണിക്കൊന്ന വേനൽക്കാലത്ത് ഉണങ്ങിക്കരിഞ്ഞെന്ന് തോന്നിക്കും വിധം ഇല പൊഴിഞ്ഞ് ഹരിതാഭ നഷ്ടപ്പെട്ട് നിൽക്കും. വർഷക്കാലത്താകട്ടെ മഴയും കാറ്റും അതിന്റെ മൃദുശാഖകളെ തല്ലിത്തകർക്കും. തണുപ്പിനെ അതിജീവിക്കാനുള്ള കണിക്കൊന്നയുടെ കരച്ചിൽ മഞ്ഞിൽ ഉറഞ്ഞു പോകുന്നു. ഇങ്ങനെ ഋതുഭേദങ്ങൾ കണിക്കൊന്നയിലൂടെ കവി നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ള നോട്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കുറേ വീഡിയോസിനെ ഇടുന്നതായിരിക്കും, അതിനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അടുത്ത ഇതേപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.